നമസ്കാരം. KCN വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. KPCC സമരാഗ്നി സംസ്ഥാനതല ജാഥ വെള്ളിയാഴ്ച കാസർഗോഡ് നിന്നും പ്രയാണം ആരംഭിക്കും. AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ ഉദ്ഘാടനം ചെയ്യും. ഡൽഹിയിൽ ഇടതുപക്ഷം നടത്തുന്നത് സമരാഭാസമെന്ന് PK കൃഷ്ണദാസ്. സമരച്ചെലവ് മുഖ്യമന്ത്രിയും മന്ത്രിമാരും സ്വന്തം പോക്കറ്റിൽ നിന്ന് എടുക്കണമെന്നും കൃഷ്ണദാസ്. ലക്ഷ്യം സമഗ്ര വികസനം. ജില്ലയുടെ 40ാം വാർഷികത്തിൽ 40 ജനകീയ പദ്ധതികൾ ഉൾപ്പെടുത്തിയുള്ള കാസർഗോഡ് ജില്ലാ പഞ്ചായത്ത് ബജറ്റ്. കണ്ണൂർ യൂണിവേഴ്സിറ്റി യൂണിയൻ കലോത്സവത്തിന് വെള്ളിയാഴ്ച അരങ്ങുണരും. 8 വേദികളിൽ 6700ഓളം കലാപ്രതിഭകൾ 141 ഇനങ്ങളിൽ മാറ്റുരയ്ക്കും. കേരള ശാസ്ത്ര കോൺഗ്രസിന് കാസർഗോഡ് ഗവൺമെന്റ് കോളേജിൽ തുടക്കമായി. 424 യുവശാസ്ത്രജ്ഞർ 362 പ്രബന്ധങ്ങൾ അവതരിപ്പിക്കും. ഉദ്ഘാടനം വെള്ളിയാഴ്ച മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിക്കും. കേരള NGO യൂണിയൻ കാസർഗോഡ് ഏരിയ സമ്മേളനം മുനിസിപ്പൽ കോൺഫറൻസ് ഹാളിൽ നടന്നു. യൂണിയൻ സംസ്ഥാന കമ്മിറ്റി അംഗം C ഗാഥ ഉദ്ഘാടനം ചെയ്തു. വാർത്തകൾ വിശദമായി. KPCC സമരാഗ്നി സംസ്ഥാനതല ജാഥ വെള്ളിയാഴ്ച കാസർഗോഡ് നിന്നും പ്രയാണം ആരംഭിക്കും. AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ ഉദ്ഘാടനം ചെയ്യും. യാത്ര 29-ന് തിരുവനന്തപുരത്ത് സമാപിക്കും. കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്കെതിരെ KPCC പ്രസിഡന്റ് K സുധാകരൻ MPയും പ്രതിപക്ഷ നേതാവ് VD സതീശനും നയിക്കുന്ന ജനകീയ പ്രക്ഷോഭയാത്ര സമരാഗ്നി വെള്ളിയാഴ്ച കാസർഗോഡ് നിന്നും തുടങ്ങുമെന്ന് നേതാക്കൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. വിദ്യാനഗറിലെ നഗരസഭാ സ്റ്റേഡിയത്തിൽ വൈകിട്ട് 3-ന് AICC സംഘടനാ ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ MP ഉദ്ഘാടനം ചെയ്യും. കേരളത്തിന്റെ ചുമതല വഹിക്കുന്ന AICC സെക്രട്ടറി ദീപാദാസ് മുൻഷി, രമേശ് ചെന്നിത്തല, ശശി തരൂർ MP, കൊടിക്കുന്നിൽ സുരേഷ് MP തുടങ്ങിയവർ പങ്കെടുക്കും. യാത്രയുടെ ഭാഗമായി ശനിയാഴ്ച രാവിലെ 10-ന് കാസർഗോഡ് നഗരസഭ മിനി കോൺഫറൻസ് ഹാളിൽ സമൂഹത്തിലെ ദുരിതം അനുഭവിക്കുന്നവരുമായി നേതാക്കൾ സംവദിക്കും. 30-ലധികം പൊതുസമ്മേളനങ്ങൾ ജാഥയുടെ ഭാഗമായി സംഘടിപ്പിക്കും. ജാഥ 29-ന് തിരുവനന്തപുരം പുത്തരിക്കണ്ടം മൈതാനത്ത് പൊതുസമ്മേളനത്തോടെ സമാപിക്കും. കേന്ദ്ര സംസ്ഥാന ഭരണത്തിലെ കൊള്ളരുതായ്മകൾ തുറന്നുകാട്ടുകയെന്ന ലക്ഷ്യവുമായാണ് ജനകീയ പ്രക്ഷോഭയാത്ര സംഘടിപ്പിക്കുന്നതെന്ന് നേതാക്കൾ പറഞ്ഞു. കേന്ദ്ര സംസ്ഥാന ഗവൺമെൻറ്റുകൾ ഇന്ന് നടത്തിക്കൊണ്ടിരിക്കുന്ന ദുർഭരണത്തിനെതിരെ, ദുർവാഴ്ചയ്ക്കെതിരെ, ജനദ്രോഹ നടപടികൾക്കെതിരെയിട്ടാണ് ഞങ്ങൾ ഈ സമരാഗ്നിയുമായി ഇറങ്ങിത്തിരിക്കുന്നത്. ഒരു പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൻ്റെ മുന്നോടിയായി തൃശ്ശൂരിൽ കഴിഞ്ഞ ആഴ്ച കോൺഗ്രസ് പ്രസിഡന്റിനെ കൊണ്ടുവന്ന് ഒരു മഹാസമ്മേളനം ഞങ്ങൾ നടത്തുകയുണ്ടായി. അതിനുശേഷം കേരളത്തിലെ 14 ജില്ലകളിലും അതിൻ്റെ തുടർച്ചയായി ഞങ്ങൾ ഈ യാത്ര സംഘടിപ്പിക്കുകയാണ്. ഈ യാത്രയുടെ പേര് സമരാഗ്നി എന്നാണ്. ഇതൊരു സമര പ്രക്ഷോഭണ യാത്രയാണ്. ഇതിന് നേതൃത്വം കൊടുക്കുന്നത് KPCCയുടെ പ്രസിഡൻറ്റും പ്രതിപക്ഷ നേതാവായ ശ്രീ VD സതീശനും കൂടിയിട്ടാണ്. ഓൾ ഇന്ത്യ കോൺഗ്രസ് കമ്മിറ്റിയുടെ ജനറൽ സെക്രട്ടറി KC വേണുഗോപാലാണ് ഈ സംഗമം ഇവിടെ ഉദ്ഘാടനം ചെയ്യുന്നത്. ഈ സമരാഗ്നി നമ്മുടെ ദേശീയ സെക്രട്ടറി കോൺഗ്രസിൻ്റെ കേരളത്തിലെ ചുമതല വഹിക്കുന്ന ദീപാദാസ് മുൻഷി സമ്മേളനത്തിൽ വരുന്നുണ്ട്. MPമാർ വരുന്നുണ്ട്, MLAമാർ വരുന്നുണ്ട്, രാഷ്ട്രീയകാര്യ സമിതി അംഗങ്ങളുണ്ട്, KPC ഭാരകളുണ്ട്. ഒരു വമ്പിച്ച ജനപ്രവാഹമാണ് ഞങ്ങളിവിടെ പ്രതീക്ഷിക്കുന്നത്. രാജ്മോഹൻ ഉണ്ണിത്താൻ MP, DCC പ്രസിഡന്റ് PK ഫൈസൽ, ബാലകൃഷ്ണൻ പെരിയ, N സുബ്രഹ്മണ്യൻ എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. ഡൽഹിയിൽ ഇടതുപക്ഷം നടത്തുന്നത് സമരാഭാസമെന്ന് BJP ദേശീയ നിർവാഹക സമിതി അംഗം PK കൃഷ്ണദാസ്. കേരളത്തിൽ ഭരണം നടത്താനാണ് ജനങ്ങൾ സർക്കാരിനെ തെരഞ്ഞെടുത്തത്, ഡൽഹിയിൽ സമരം നടത്താനല്ല. സമരച്ചെലവ് മുഖ്യമന്ത്രിയും മന്ത്രിമാരും സ്വന്തം പോക്കറ്റിൽ നിന്ന് എടുക്കണമെന്നും ലോക്സഭാ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടാണ് കേന്ദ്രത്തിനെതിരെയുള്ള ആരോപണമെന്നും PK കൃഷ്ണദാസ് കാസർഗോഡ് പറഞ്ഞു. ഡൽഹിയിൽ സമരം നടത്തുന്നതിന് പകരം തിരുവനന്തപുരത്ത് ഭരണം നടത്താനാണ് LDF തയ്യാറാകേണ്ടിയിരുന്നത്. പക്ഷേ ഘടകവിരുദ്ധമായിട്ട് അവർ ഭരണം നടത്തുന്നതിന് പകരം ഭരണരംഗത്ത് ദയനീയമായി പരാജയപ്പെട്ട ഇടതുപക്ഷ സർക്കാർ ഡൽഹിയിൽ സമരാഭാസവുമായിട്ട് പ്രവർത്തിക്കുന്നതാണ് നമ്മൾ കാണുന്നത്. ഇതൊരു കാര്യം തീർച്ചയാണ്, ഈ ഗവൺമെൻറ് LDF ഗവൺമെൻറ്, പിണറായി ഗവൺമെൻറ് സർവരംഗത്തും പരാജയപ്പെട്ടു എന്ന് ഒരു പരസ്യ പ്രഖ്യാപനമാണ് ഇന്ന് ഡൽഹിയിൽ നടക്കുന്ന ഇടതുമുന്നണിയുടെ സമരം
എന്ന് നിസ്സംശയം പറയാൻ സാധിക്കും. ഈ സർവ്വരംഗത്തും പരാജയപ്പെട്ട, സംസ്ഥാനത്തെ സർവനാശത്തിലേക്ക് നയിച്ച ഇടതു സർക്കാരിൻ്റെ ഈ പരാജയം മൂടിവെക്കാനും മറച്ചുവെക്കാനുമാണ് കേന്ദ്ര അവഗണനക്കെതിരെ എന്ന അടിസ്ഥാനരഹിതമായ ആരോപണം ഉന്നയിച്ചുകൊണ്ട് ഡൽഹിയിൽ സമരവുമായിട്ട്, സമരാഭാസവുമായിട്ട് ഇപ്പോൾ ഇടതുമുന്നണി മുന്നോട്ട് വന്നിട്ടുള്ളത്. അതുകൊണ്ട് BJPക്ക് പറയാനുള്ളത്, ഭരണം നടത്താൻ അറിയില്ലെങ്കിൽ, ഭരണം നടത്താൻ സാധിക്കില്ലെങ്കിൽ രാജിവെച്ച് പുറത്തു പോകുന്നതാണ് മുഖ്യമന്ത്രി പിണറായി വിജയന് ഏറ്റവും ഉചിതമായ മാർഗം എന്ന് BJP അഭിപ്രായപ്പെടുകയാണ്. കേരളം തകർന്നത് സാമ്പത്തിക രംഗത്തായിക്കോട്ടെ, സർവ്വരംഗത്തും തകർന്നത് ഈ ഗവൺമെൻറ്റിൻ്റെ അഴിമതി, കെടുകാര്യസ്ഥത, സ്വജനപക്ഷപാതം, തീവട്ടിക്കൊള്ള എന്നതുകൊണ്ടാണ്. അതുകൊണ്ട് ഈ കേന്ദ്ര അവഗണനക്കെതിരെ എന്ന മുദ്രാവാക്യവുമായിട്ടുള്ള ഡൽഹി സമരത്തിൻ്റെ ചെലവ് മുഴുവൻ മുഖ്യമന്ത്രിയും മന്ത്രിമാരും സ്വന്തം നിലക്ക് നിർവഹിക്കണമെന്നുള്ളതാണ് ഭാരതീയ ജനതാ പാർട്ടിയുടെ അഭിപ്രായം. ജില്ലയുടെ 40ാം വാർഷികത്തിൽ 40 ജനകീയ പദ്ധതികൾ ഉൾപ്പെടുത്തിയുള്ള കാസർഗോഡ് ജില്ലാ പഞ്ചായത്ത് ബജറ്റ് വൈസ് പ്രസിഡന്റ് ഷാനവാസ് പാദൂർ അവതരിപ്പിച്ചു. 400 വീടൊരുക്കുവാൻ നികേതനം പദ്ധതിയാണ് ബജറ്റിലെ പ്രധാന പ്രഖ്യാപനം. വിദ്യാലയങ്ങളിൽ പശ്ചാത്തല സൗകര്യം മെച്ചപ്പെടുത്തുവാൻ 16 കോടി, ജില്ലാ ആശുപത്രിക്ക് സ്ഥലം വാങ്ങുന്നതിന് 1.50 കോടി, കുട്ടികളുടെ പാർക്കിന് 1 കോടി, ആരോഗ്യത്തിന് 13.80 കോടി തുടങ്ങിയ നിരവധി പ്രഖ്യാപനങ്ങളും ബജറ്റിലുണ്ട്. ജില്ലയുടെ 40ാം വാർഷികത്തിനുള്ള സമ്മാനമായി 400 വീടൊരുക്കുവാൻ നികേതനം എന്ന പേരിട്ട നവകേരള ഭവന പദ്ധതി പ്രധാന പ്രഖ്യാപനമായുള്ള ബജറ്റാണ് ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഷാനവാസ് പാദൂർ അവതരിപ്പിച്ചത്. നവകേരള സദസ്സിൽ ലഭിച്ച വീടില്ലാത്തവരുടെ പരാതികളാണ് പരിഗണിക്കുക. ജില്ലാ പഞ്ചായത്തിന്റെ 84 വിദ്യാലയങ്ങളിൽ പശ്ചാത്തല സൗകര്യം മെച്ചപ്പെടുത്തുവാൻ ബജറ്റിൽ 16 കോടി രൂപ വകയിരുത്തിയിട്ടുണ്ട്. ജില്ലാ ആശുപത്രിക്ക് സ്ഥലം വാങ്ങുന്നതിനായും 34 അംഗൻവാടികൾക്ക് കെട്ടിടം നിർമ്മിക്കുന്നതിനായും 1.50 കോടി രൂപ വീതവും പ്രഖ്യാപിച്ചിട്ടുണ്ട്. ആരോഗ്യത്തിന് 13.80 കോടി രൂപ അനുവദിച്ചു. കുട്ടികളുടെ പാർക്ക് നിർമ്മാണം, പാലിയേറ്റീവ് പരിശീലനം എന്നിവയ്ക്കായി 1 കോടി രൂപ വീതം വകയിരുത്തി. ഷീ ജിമ്മിനും കമ്പ്യൂട്ടറൈസ്ഡ് ന്യൂമെറിക്കൽ കൺട്രോൾ, വെർട്ടിക്കൽ മെഷീനറി സെന്റർ എന്നീ കോഴ്സുകൾ SC/ST വിഭാഗം കുട്ടികൾക്ക് നൽകുന്നതിനായി 50 ലക്ഷം രൂപ വീതം പ്രഖ്യാപിച്ചിട്ടുണ്ട്. ടൂറിസം കാർണിവലിന് 30 ലക്ഷം, പ്രവാസി സംഗമത്തിന് 20 ലക്ഷം, ആസ്പിയർ പദ്ധതിക്ക് 2.20 കോടി രൂപ, എൻഡോസൾഫാൻ ദുരിതബാധിതർക്ക് സ്വയം തൊഴിൽ പദ്ധതിക്ക് 10 ലക്ഷം, ഫിഷറീസ് ബൂത്തുകൾ സ്ഥാപിക്കുവാൻ 20 ലക്ഷം, കൊറക പാക്കേജിന് 50 ലക്ഷം, ചട്ടഞ്ചാൽ അഗ്രി ഹബിന് 1 കോടി, ലൈബ്രറികൾക്ക് പുസ്തകം നൽകുവാൻ 25 ലക്ഷം, ടിഷ്യൂ കൾച്ചർ ലാബിന് 70 ലക്ഷം, കല്ലുമ്മക്കായ സംസ്കരണത്തിന് 80 ലക്ഷം എന്നീ തുകകളും ബജറ്റിൽ വകയിരുത്തിയിട്ടുണ്ട്. ചട്ടഞ്ചാൽ ടാറ്റ ആശുപത്രി ഏറ്റെടുത്ത മികച്ച സംവിധാനമാക്കുവാനും പദ്ധതിയുണ്ട്. ജില്ലയിൽ 20 കേന്ദ്രങ്ങളിൽ ഹാപ്പിനെസ് പാർക്കുകളും വിദിയാലിൽ ഗോത്ര കലാഗ്രാമവും സ്ഥാപിക്കും. വിദ്യാർത്ഥികളുടെ മാനസികാരോഗ്യം ഉറപ്പാക്കുവാൻ റിതം പദ്ധതി, പുണാർപ്പുളി നിർമ്മാണം, എക്യുബ് സൺഡേ ലാബ്, ഓപ്പൺ ജിം, സായന്തനം, ജൈവ ഉദ്യാന നിർമ്മാണം തുടങ്ങി നിരവധി പദ്ധതികളും ബജറ്റിൽ പ്രഖ്യാപിച്ചിട്ടുണ്ട്. കുടുംബശ്രീ പദ്ധതിക്കായി 1.5 കോടി രൂപയാണ് ഈ ബജറ്റിൽ വകയിരുത്തിയിട്ടുള്ളത്. ടിഷ്യൂ കൾച്ചർ ലാബ് സ്ഥാപിക്കാൻ 70 ലക്ഷം രൂപ വകയിരുത്തിയിട്ടുണ്ട്. കല്ലുമ്മക്കായ സംസ്കരണത്തിന് 80 ലക്ഷം രൂപ നീലേശ്വരം ബ്ലോക്ക് പഞ്ചായത്തുമായി സഹകരിച്ച് വെക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. ജില്ലാ ആശുപത്രിക്ക് സ്ഥലം വാങ്ങാൻ 1.5 കോടി രൂപയാണ് ഈ ബജറ്റിൽ വകയിരുത്തിയിട്ടുള്ളത്. ആരോഗ്യമുള്ള തലമുറയാണ് ഒരു രാജ്യത്തിന്റെ സമ്പത്ത് എന്ന നല്ല ബോധ്യത്തോടെ കഴിഞ്ഞ വർഷങ്ങളിൽ ഇടപെടാൻ ശ്രമിച്ചിട്ടുണ്ട്. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് P. ബേബി ബാലകൃഷ്ണൻ ആമുഖ പ്രസംഗം നടത്തി. സ്ഥിരം സമിതി അധ്യക്ഷന്മാർ, ഡിവിഷൻ അംഗങ്ങൾ, ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റുമാർ തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. മുന്നാട് പീപ്പിൾസ് കോളേജിൽ നടന്നുവരുന്ന കണ്ണൂർ യൂണിവേഴ്സിറ്റി യൂണിയൻ കലോത്സവത്തിന് വെള്ളിയാഴ്ച അരങ്ങുണരും. 8 വേദികളിൽ 6700ഓളം കലാപ്രതിഭകൾ 141 ഇനങ്ങളിലാണ് മാറ്റുരയ്ക്കുന്നത്. കാസർഗോഡിന് കലയുടെ ഉത്സവ നാളുകൾ സമ്മാനിച്ച് മുന്നാട് പീപ്പിൾസ് കോളേജിൽ കണ്ണൂർ യൂണിവേഴ്സിറ്റി യൂണിയൻ കലോത്സവം പുരോഗമിക്കുന്നു. സ്റ്റേജ് തര മത്സരങ്ങളുടെ 2ാം ദിനത്തിൽ ഡിബേറ്റ്, സംസ്കൃതം, ഉറുദു, കവിതാലാപനം, പ്രസംഗം, പെൻസിൽ ഡ്രോയിങ്, സിനിമാ നിരൂപണം, ഫോട്ടോഗ്രാഫി തുടങ്ങിയ പ്രധാന മത്സര ഇനങ്ങളെല്ലാം നടന്നു. കലോത്സവത്തിലെ സ്റ്റേജിന മത്സരങ്ങൾക്ക് വെള്ളിയാഴ്ച തുടക്കമാകും. സ്പീക്കർ AN ഷംസീർ ഉദ്ഘാടനം ചെയ്യും. നടൻ ഉണ്ണിരാജ് ചെറുവത്തൂർ, നടി ചിത്ര നായർ എന്നിവർ മുഖ്യാതിഥികളാകും.
11-ന് നടക്കുന്ന സമാപന സമ്മേളനം ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ഡോക്ടർ ആർ ബിന്ദു ഉദ്ഘാടനം ചെയ്യും. നടി ഗായത്രി വർഷ, സംവിധായകൻ ആമിർ പള്ളിക്കൽ തുടങ്ങിയവർ മുഖ്യാതിഥികളാകും. കാസർഗോഡ്, കണ്ണൂർ, വയനാട് ജില്ലകളിലെ 105 കോളേജുകളിൽ നിന്നായി 6646 പ്രതിഭകളാണ് കലോത്സവത്തിൽ തങ്ങളുടെ കലാമികവ് തെളിയിക്കുന്നത്. മുന്നാട് പീപ്പിൾസ് കോളേജും പരിസരവും, തൊട്ടടുത്ത മുന്നാട് ഗവൺമെൻറ് ഹൈസ്കൂൾ, മുന്നാട് ടൗൺ എന്നിവിടങ്ങളിൽ 8 വേദികളിലായാണ് കലാമത്സരങ്ങൾ നടക്കുക. കലോത്സവ നഗരിയിലെത്തുന്നതിന് യാത്രാ സൗകര്യത്തിനായി വിപുലമായ സജ്ജീകരണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. വിഭവസമൃദ്ധമായ ഭക്ഷണവും സംഘാടക സമിതി ഒരുക്കിയിട്ടുണ്ട്. കലോത്സവം വീക്ഷിക്കുവാനെത്തുന്നവർക്ക് ഭക്ഷണം ലഭ്യമാക്കുവാൻ കലോത്സവ നഗരിയിൽ തന്നെ വില കൊടുത്ത് വാങ്ങി കഴിക്കാവുന്ന തരത്തിൽ ഫുഡ് പാർക്ക് ഒരുക്കിയിട്ടുണ്ട്. പൂർണ്ണമായും ഹരിത പ്രോട്ടോകോൾ പാലിച്ചാണ് കലോത്സവം നടക്കുന്നത്. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. കേരള ശാസ്ത്ര കോൺഗ്രസിന് കാസർഗോഡ് ഗവൺമെന്റ് കോളേജിൽ തുടക്കമായി. നാഷണൽ സയൻസ് എക്സ്പോയുടെ ഉദ്ഘാടനത്തോടെയാണ് പരിപാടി ആരംഭിച്ചത്. ശാസ്ത്ര കോൺഗ്രസിൽ 424 യുവശാസ്ത്രജ്ഞർ 362 പ്രബന്ധങ്ങൾ അവതരിപ്പിക്കും. വെള്ളിയാഴ്ച മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും. യുവ ഗവേഷകർക്കും ശാസ്ത്രജ്ഞർക്കും വിദ്യാർത്ഥികൾക്കും സംവദിക്കുവാനും അറിവുകൾ പങ്കിടുവാനുമുള്ള കേരള ശാസ്ത്ര കോൺഗ്രസിന് കാസർഗോഡ് ഗവൺമെൻറ് കോളേജിൽ തുടക്കമായി. നാഷണൽ സയൻസ് എക്സിബിഷൻ ഉദ്ഘാടനത്തോടെയായിരുന്നു പരിപാടി ആരംഭിച്ചത്. എക്സിബിഷന്റെ ഉദ്ഘാടനം കാസർഗോഡ് MLA NA നെല്ലിക്കുന്ന് നിർവഹിച്ചു. സംസ്ഥാനത്തിൻ്റെ സർവതോമുഖമായ വികസനത്തിന് വേണ്ട ഗവേഷണങ്ങൾ പരിപോഷിപ്പിക്കുക, അതുപോലെ തന്നെ ശാസ്ത്ര സാങ്കേതിക വിദ്യകൾ വികസിപ്പിച്ചെടുക്കുക, ജനങ്ങളുടെ ജീവിത നിലവാരം മെച്ചപ്പെടുത്തുന്നതിന് ആധുനിക ശാസ്ത്ര സാങ്കേതിക വിദ്യകൾ രൂപപ്പെടുത്തുക, വികസനത്തിൻ്റെ വിവിധ മാനങ്ങൾ കൈവരിക്കുന്നതിനും മനുഷ്യ വിഭവശേഷി മെച്ചപ്പെടുത്തുന്നതിനും പ്രത്യേക സാങ്കേതിക വിദ്യകൾ കണ്ടെത്തുക, സംസ്ഥാനത്തെ ഗവേഷണ വികസന പ്രവർത്തനങ്ങൾ അവലോകനം ചെയ്യുകയും വിലയിരുത്തുകയും ചെയ്യുന്ന ശാസ്ത്ര ഉത്സവമാണ് സയൻസ് കോൺഗ്രസ്. ഡോക്ടർ S. പ്രദീപ് കുമാർ അധ്യക്ഷത വഹിച്ചു. ഡോക്ടർ VS അനിൽകുമാർ സ്വാഗതവും ER അമ്പിളി GK നന്ദിയും പറഞ്ഞു. സയൻസ് എക്സ്പോയിൽ ISRO, VSSC, KFRI തുടങ്ങിയ സ്ഥാപനങ്ങളുടേതുൾപ്പെടെ 102 സ്റ്റാളുകളുണ്ട്. 11 വരെയുള്ള പ്രദർശനത്തിൽ പ്രവേശനം സൗജന്യമാണ്. ഏകാരോഗ്യ കാഴ്ചപ്പാടിലൂടെ കേരള സമ്പദ് വ്യവസ്ഥയുടെ രൂപാന്തരണം എന്നതാണ് ഇത്തവണത്തെ സയൻസ് കോൺഗ്രസിൻ്റെ പ്രധാന വിഷയം. വിവിധ വിഷയങ്ങളിൽ പ്രമുഖ ശാസ്ത്രജ്ഞന്മാരുടെ പ്രഭാഷണങ്ങൾ, ശാസ്ത്രമേഖലയ്ക്ക് മികച്ച സംഭാവനകൾ നൽകിയവരുടെ സ്മരണാർത്ഥമുള്ള പ്രഭാഷണങ്ങൾ എന്നിവയുണ്ടാകും. കേരള ശാസ്ത്ര സാങ്കേതിക പരിസ്ഥിതി കൗൺസിൽ, ജലവിഭവ വികസന വിനിയോഗ കേന്ദ്രം, കാസർഗോഡ് ഗവൺമെൻറ് കോളേജ് എന്നിവയുടെ സഹകരണത്തോടെയാണ് പരിപാടി സംഘടിപ്പിച്ചിട്ടുള്ളത്. 2022 രസതന്ത്രത്തിനുള്ള നോബൽ സമ്മാനം നേടിയ മോർട്ടൺ മെഡൽ ശാസ്ത്ര കോൺഗ്രസിൽ പ്രഭാഷണം നടത്തും. മികച്ച യുവ ശാസ്ത്രജ്ഞർക്കുള്ള അവാർഡ്, ശാസ്ത്ര സാഹിത്യ പുരസ്കാരങ്ങൾ എന്നിവയും ശാസ്ത്ര കോൺഗ്രസ് വേദിയിൽ വിതരണം ചെയ്യും. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. കേരള നിയമസഭ അന്താരാഷ്ട്ര പുസ്തകോത്സവത്തിൽ നിന്ന് MLA-മാരുടെ പ്രത്യേക വികസന ഫണ്ട് ഉപയോഗിച്ച് വാങ്ങിയ പുസ്തകങ്ങളുടെ വിതരണോദ്ഘാടനം നടന്നു. NA നെല്ലിക്കുന്ന് MLA ഉദ്ഘാടനം നിർവഹിച്ചു. കേരള നിയമസഭ അന്താരാഷ്ട്ര പുസ്തകോത്സവത്തിൽ നിന്ന് MLA-മാരുടെ പ്രത്യേക വികസന ഫണ്ട് ഉപയോഗിച്ച് വാങ്ങിച്ച പുസ്തകങ്ങളുടെ വിതരണോദ്ഘാടനം NA നെല്ലിക്കുന്ന് MLA നിർവഹിച്ചു. ഇതുപോലെയുള്ള ഒരു ജനപങ്കാളിത്തം 1 കോടി രൂപ നൽകിയ പദ്ധതിക്ക് അതിൻ്റെ ഉദ്ഘാടനത്തിന് ഇതുപോലെയുള്ള ഒരു ജനപങ്കാളിത്തം ഞാൻ കണ്ടിരുന്നില്ല എന്ന് ഞാൻ കാസർഗോഡ് മണ്ഡലത്തിൽപ്പെട്ട 35 ലൈബ്രറികൾക്കാണ് പുസ്തകം നൽകിയത്. ചടങ്ങിൽ മുനിസിപ്പൽ ചെയർമാൻ അബ്ബാസ് ബീഗം അധ്യക്ഷത വഹിച്ചു. താലൂക്ക് കൗൺസിൽ പ്രസിഡന്റ് E. ജനാർദ്ദനൻ, മുനിസിപ്പൽ കൗൺസിലർ K. ലളിത, KK രാജൻ മാസ്റ്റർ, TK രാജശേഖരൻ, B. രാധാകൃഷ്ണൻ എന്നിവർ സംസാരിച്ചു. താലൂക്ക് ലൈബ്രറി കൗൺസിൽ സെക്രട്ടറി P. ദാമോദരൻ സ്വാഗതവും KV സജേഷ് നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. കേരള NGO യൂണിയൻ കാസർഗോഡ് ഏരിയ സമ്മേളനം മുനിസിപ്പൽ കോൺഫറൻസ് ഹാളിൽ നടന്നു. യൂണിയൻ സംസ്ഥാന കമ്മിറ്റി അംഗം C. ഗാഥ ഉദ്ഘാടനം ചെയ്തു. കേരളത്തെ സാമ്പത്തികമായി തകർക്കുന്ന കേന്ദ്ര സർക്കാർ നടപടികൾക്കെതിരെ അണിനിരക്കണമെന്ന് കേരള NGO യൂണിയൻ കാസർഗോഡ് ഏരിയ വാർഷിക സമ്മേളനം ആവശ്യപ്പെട്ടു. റെയിൽവേ യാത്രാ ദുരിതം പരിഹരിക്കുക, കാസർഗോഡ് മിനി സിവിൽ സ്റ്റേഷൻ ഉടൻ യാഥാർത്ഥ്യമാക്കുക, അഴിമതിരഹിതവും കാര്യക്ഷമവുമായ ജനപക്ഷ സിവിൽ സർവീസായി അണിനിരക്കുക തുടങ്ങിയ പ്രമേയങ്ങളും സമ്മേളനം അംഗീകരിച്ചു. കാസർഗോഡ് മുനിസിപ്പൽ കോൺഫറൻസ് ഹാളിൽ നടന്ന സമ്മേളനം യൂണിയൻ സംസ്ഥാന കമ്മിറ്റി അംഗം C. ഗാഥ ഉദ്ഘാടനം ചെയ്തു.
നമ്മുടെ വർഗരാഷ്ട്രീയത്തിൽ നമ്മൾ കൂടി തൊഴിലാളികളാകുന്ന രാഷ്ട്രീയമാണ്. കേരളത്തിലെ സർക്കാർ ജീവനക്കാർ തൊഴിലാളികളാണോ? തൊഴിലാളി വിഭാഗത്തിൽപ്പെടുന്നതാണോ? നമുക്ക് സംശയലേശമില്ലാതെ പറയാൻ കഴിയും നമ്മൾ തൊഴിലാളി വിഭാഗത്തിൽപ്പെട്ടവരാണ്. കാരണം നമ്മൾ NGOയിൽ അംഗങ്ങളായതുകൊണ്ട് നമുക്ക് ആ ബോധ്യത്തിലെത്താൻ ആവശ്യമായ ഒട്ടേറെ പരിപാടികളെല്ലാം ഏറ്റെടുത്ത് നടപ്പാക്കി വരുന്ന നിലയിൽ ഏരിയ പ്രസിഡന്റ് KV ശശിധരൻ അധ്യക്ഷത വഹിച്ചു. ഏരിയ സെക്രട്ടറി മനോജ് K പ്രവർത്തന റിപ്പോർട്ട് അവതരിപ്പിച്ചു. ട്രഷറർ V ഇന്ദുലേഖ വരവ് ചെലവ് കണക്ക് അവതരിപ്പിച്ചു. P സുരേഷ് കുമാർ, NP രാജൻ, K ഭാനുപ്രകാശ്, V ശോഭ, T ദാമോദരൻ, രതീഷ് PD എന്നിവർ സംസാരിച്ചു. തുടർന്ന് പുതിയ ഭാരവാഹികളെ തിരഞ്ഞെടുത്തു. പ്രസിഡന്റായി ശശിധരൻ KVയെയും വൈസ് പ്രസിഡന്റുമാരായി പ്രീതി VV, സുധീഷ് M, സെക്രട്ടറിയായി മനോജ് K, ജോയിന്റ് സെക്രട്ടറിമാരായി സുകുമാരൻ C, റിനേഷ് TP, ട്രഷററായി രാജൻ NPയെയും തെരഞ്ഞെടുത്തു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. 22 സംവത്സരങ്ങളുടെ കാത്തിരിപ്പിന് ശേഷം ചന്തേര മുച്ചിലോട്ട് ഭഗവതി ക്ഷേത്രത്തിൽ പെരുങ്കളിയാട്ടത്തിന് തിരിതെളിഞ്ഞു. ഉദനൂർ ക്ഷേത്രപാലക ക്ഷേത്രത്തിൽ നിന്നുമാണ് ദീപവും തിരിയും എത്തിച്ചത്. കന്നിക്കലവറയിൽ ദീപം പകർന്ന ശേഷം കുഴിയെടുപ്പിൽ ദീപം പകർന്നു. ഉച്ച കഴിഞ്ഞ് നടന്ന തിടങ്ങൽ ചടങ്ങോടെയാണ് 4 ദിവസം നീളുന്ന പെരുങ്കളിയാട്ടത്തിന് തുടക്കമായത്. കരിവെള്ളൂർ, തൃക്കരിപ്പൂർ തുടങ്ങിയ മുച്ചിലോട്ട് കാവുകളിലെ ക്ഷേത്രസ്ഥാനികരും കോയ്മ CM പത്മനാഭൻ നായർ, ചന്തേര മുച്ചിലോട്ടിലെയും വിവിധ മുച്ചിലോട്ടുകളിലെയും ബാല്യക്കാരും ചടങ്ങുകളിൽ പങ്കെടുത്തു. വ്യാഴാഴ്ച വൈകുന്നേരം മുതൽ കളിയാട്ട ദിവസങ്ങളിൽ 2 നേരങ്ങളിലായി ഭക്ഷണ വിതരണം നടത്തുന്നുണ്ട്. ഇതിനായി 400 പേർ അടങ്ങുന്ന ബാല്യക്കാർ ആദ്യ ദിവസം കലവറയിൽ കയറി. വൈകുന്നേരം മുച്ചിലോട്ട് ഭഗവതിയുടെ ഉച്ചത്തോറ്റം അരങ്ങിലെത്തി. പുലിയൂർ കണ്ണൻ ദൈവത്തിന്റെ വെള്ളാട്ടവും നടന്നു. രാത്രി മുച്ചിലോട്ട് ഭഗവതിയുടെ അന്തിത്തോറ്റവും അരങ്ങിൽ അടിയന്തരവും നടക്കും. രാത്രി 11 മണി മുതൽ മൂവർ കണ്ണങ്ങാട്ട് ഭഗവതി പുലിയൂർ കാളി തോറ്റവും നടക്കും. ഉറുമിസ് തൃക്കരിപ്പൂർ, ന്യൂസ് ബ്യൂറോ, ചെറുവത്തൂർ. കേരള പോലീസ് കോൺസ്റ്റബിൾ റാങ്ക് ലിസ്റ്റിനോട് നിയമന നിരോധനം കാട്ടുന്നുവെന്നാരോപിച്ച് കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ നടത്തുന്ന കാലചക്രം സൈക്കിൾ റൈഡ് കാലിക്കടവ് നിന്ന് ആരംഭിച്ചു. ഏഷ്യ ബുക്ക് ഓഫ് റെക്കോർഡ്സ് ഹോൾഡറായ ബാലകൃഷ്ണൻ പെരിയ സൈക്കിൾ റൈഡ് ഫ്ലാഗ് ഓഫ് ചെയ്തു. ഫെബ്രുവരി 12-ന് സെക്രട്ടേറിയറ്റിന് മുന്നിൽ 10,000-ങ്ങളെ അണിനിരത്തി അനിശ്ചിതകാല സമരത്തിന് മുന്നോടിയായാണ് കാസർഗോഡ് ജില്ലയിൽ നിന്നും തിരുവനന്തപുരത്തേക്ക് സൈക്കിൾ റൈഡ് നടത്തുന്നത്. നഷ്ടമായ വിലപ്പെട്ട 5 വർഷത്തിനും 530/2019 കേരള പോലീസ് കോൺസ്റ്റബിൾ റാങ്ക് ലിസ്റ്റിനോടുള്ള നിയമന നിരോധത്തിനും സംസ്ഥാന സർക്കാരിന്റെ മൗനത്തിലും പ്രതിഷേധിച്ചാണ് തലസ്ഥാനത്ത് സെക്രട്ടേറിയറ്റിന് മുന്നിൽ ഫെബ്രുവരി 12-ന് യുവാക്കളായ റാങ്ക് ഹോൾഡർമാർ അനിശ്ചിതകാല സമരത്തിന് ഒരുങ്ങുന്നത്. 13,975 പേരുള്ള റാങ്ക് ലിസ്റ്റിൽ 21% മാത്രമേ നിയമനം നടന്നുള്ളൂ. ഏതാണ്ട് 3,000 പേരെ മാത്രം ഉൾപ്പെടുത്തി 2017 വിജ്ഞാപനമിറക്കി 2021 ഡിസംബർ വരെ ഒഴിവുകൾ നൽകിയെങ്കിലും ഈ വർഷം ഏപ്രിലിൽ റാങ്ക് ലിസ്റ്റിന്റെ കാലാവധി തീരുകയാണ്. അതിനു മുമ്പായി മുഴുവൻ പേർക്കും നിയമനം നൽകണമെന്ന ആവശ്യവുമായാണ് അനിശ്ചിതകാല സമരവുമായി റാങ്ക് ഹോൾഡർമാർ ഒരുങ്ങിയിട്ടുള്ളത്. ഇതിനു മുന്നോടിയായി വിവിധ ജില്ലകളിലൂടെ റാങ്ക് ഹോൾഡർമാരും പാലക്കാട് ജില്ലാ ഭാരവാഹികളുമായ KG അനുജോയ്, C വിഷ്ണു എന്നിവരുടെ നേതൃത്വത്തിലാണ് സൈക്കിൾ റൈഡ് നടത്തുന്നത്. ദേശീയപാതയോരത്തെ കാലിക്കടവ് മിനി സ്റ്റേഡിയം പരിസരത്തെ ഏഷ്യ ബുക്ക് ഓഫ് റെക്കോർഡ്സ് ഹോൾഡറായ ബാലകൃഷ്ണൻ പെരിയ സൈക്കിൾ റൈഡ് ഫ്ലാഗ് ഓഫ് ചെയ്തു. ഇങ്ങനെ ഒരു സൈക്കിൾ യജ്ഞത്തിൽ പങ്കെടുക്കുന്ന എന്റെ ഏറ്റവും പ്രിയപ്പെട്ട സഹോദരന്മാരായിട്ടുള്ള വിഷ്ണുവിനും മനുവിനും ഈ സൈക്കിൾ റാലി വളരെ ആരോഗ്യപരമായി തന്നെ പൂർത്തീകരിക്കാനുള്ള അവസരമുണ്ടാകട്ടെ. ഓരോ ദിവസവും അവർ കൊള്ളുന്ന വെയിലും അവർ ഈ മണ്ണിലേക്ക് ഉയർത്തിവിടുന്ന അവരുടെ വിയർപ്പ് കണങ്ങളും ഈ സർക്കാരിന്റെ കണ്ണു തുറപ്പിക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട സമരായുധങ്ങളായി മാറട്ടെ എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് റാങ്ക് ഹോൾഡേഴ്സ് അസോസിയേഷൻ കാസർഗോഡ് ജില്ലാ പ്രസിഡന്റ് VV അരുൺകുമാർ അധ്യക്ഷത വഹിച്ചു. ജില്ലാ വൈസ് പ്രസിഡന്റ് KV അക്ഷയ്, KG അനുജോയ്, C വിഷ്ണു എന്നിവർ സംസാരിച്ചു. ഉറുമിസ് തൃക്കരിപ്പൂർ, ന്യൂസ് ബ്യൂറോ, ചെറുവത്തൂർ. ഇനി നിർമ്മിത ബുദ്ധിയിൽ ബിസിനസ് ഔട്ട്റീച്ച് സാധ്യമാക്കാം. ദുബൈയിൽ സംരംഭവുമായി കാസർഗോഡ് സ്വദേശി. മാജിക് പിച്ച് എന്ന സംരംഭത്തിനാണ് കാസർഗോഡ് സ്വദേശിയായ അബ്ദുൽ ഖാദർ നിഹാഫ് തുടക്കം കുറിച്ചത്. നിർമ്മിത ബുദ്ധി അഥവാ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് സമസ്ത മേഖലകളിലും വലിയ മാറ്റങ്ങൾ കൊണ്ടുവരികയാണ്. അത്തരത്തിലുള്ള വലിയൊരു മാറ്റമാണ് നിർമ്മിത ബുദ്ധിയിൽ ബിസിനസ് ഔട്ട്റീച്ച് നടത്താമെന്നുള്ളത്. നിർമ്മിത ബുദ്ധി അടിസ്ഥാനമാക്കിയുള്ള വിപ്ലവകരമായ ഈ ആശയം യാഥാർത്ഥ്യമാക്കിയിരിക്കുന്നത് കാസർഗോഡ് സ്വദേശിയായ അബ്ദുൽ ഖാദർ നിഹാഫാണ്. ഇതിനായി ദുബായിൽ മാജിക് പിച്ച് എന്ന സംരംഭമാണ് അബ്ദുൽ ഖാദർ നിഹാഫ് ആരംഭിച്ചത്.
AI മുഖേന കമ്പനികളുടെ ബിസിനസ് സംബന്ധമായ പ്രൊഫഷണൽ ആശയവിനിമയം ഇമെയിലിൽ സാധ്യമാക്കിയിരിക്കുന്ന മാജിക് പിച്ച് സംരംഭത്തിന് പാം ജുമൈറ എലോഫ്റ്റ് ഹോട്ടൽ പ്രൈവറ്റ് ബീച്ചിൽ നടന്ന ചടങ്ങിലാണ് തുടക്കമായത്. ഇതുപയോഗിക്കുന്നത് വഴി ജീവനക്കാരുടെ ആശ്രിതത്വം കുറയുകയും സേവനം കൂടുതൽ കാര്യക്ഷമതയോടെ വേഗത്തിലും സുഗമമായും നിർവഹിക്കപ്പെടുകയും ചെയ്യുമെന്ന് മാജിക് പിച്ച് സ്ഥാപക CEO അബ്ദുൽ ഖാദർ നിഹാഫ് വ്യക്തമാക്കി. 30 പേരടങ്ങിയ സംഘമാണ് ഈ സംരംഭത്തിന് പിന്നിൽ പ്രവർത്തിക്കുന്നത്. CEO അബ്ദുൽ ഖാദർ നിഹാഫിൻ്റെ പിതാവ് KM ഹനീഫ്, മാതാവ് ജുവൈരിയ ഹനീഫ് എന്നിവർ ചേർന്നാണ് മാജിക് പിച്ച് സംരംഭത്തിൻ്റെ ലോഞ്ചിംഗ് നിർവഹിച്ചത്. ചടങ്ങിൽ പ്രമുഖ വ്യവസായി യഹ്യ തളങ്കര, ഷാർജ ഇന്ത്യൻ അസോസിയേഷൻ പ്രസിഡന്റ് നിസാർ തളങ്കര, ദുബായ് ഡ്യൂട്ടി ഫ്രീ ഫിനാൻസ് കൺട്രോളർ BM റാഫി, UAE ക്രിക്കറ്റ് ടീം ക്യാപ്റ്റൻ CP റിസ്വാൻ, റാഫി ഫില്ലി, BM നൌഷാദ്, PA ഹംസ കോഴിക്കോട്, PA അബ്ദുൽ ലത്തീഫ്, PA ഷാഫി, PA അബ്ദുല്ല ഇബ്രാഹിം, PA സൽമാൻ ഇബ്രാഹിം, PA അമീൻ ഇബ്രാഹിം, PA സുബൈർ ഇബ്രാഹിം, PA ബിലാൽ ഇബ്രാഹിം, PA ആദിൽ ഇബ്രാഹിം, ഷുഹൈബ് വൈസ്രോയി, KM ബഷീർ കാർവാർ തുടങ്ങിയവർ പങ്കെടുത്തു. TA ഷാഫി നന്ദി പറഞ്ഞു. മാജിക് പിച്ച് സ്ട്രാറ്റജി ഹെഡ് അബ്ദുല്ല ഫാദിൽ, ഡിസൈൻ ഹെഡ് അൻവർ സാദിഖ്, ക്രിയേറ്റീവ് ഡയറക്ടർ മുഹമ്മദ് ഹനീൻ, ഓപ്പറേഷൻസ് ഹെഡ് അബ്ദുല്ല ആമിർ, സെയിൽസ് ഹെഡ് അഹമ്മദ് ഷഹീൻ, മാർക്കറ്റിംഗ് ഹെഡ് മുഹമ്മദ് ഷിഫ്നാൻ എന്നിവർ ഈ സംരംഭത്തിൻ്റെ അണിയറയിൽ പ്രവർത്തിക്കുന്നു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. കാസർഗോഡ് പൈക്കം മണവാട്ടി ഉറൂസ് ഫെബ്രുവരി 10 മുതൽ 19 വരെ നടക്കും. ഒരുക്കങ്ങൾ പൂർത്തിയായതായി ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. 10-ന് ഉറൂസ് കമ്മിറ്റി ചെയർമാൻ PM മുഹമ്മദ് കുഞ്ഞി പതാക ഉയർത്തുന്നതോടെ പരിപാടികൾക്ക് തുടക്കമാകും. രാത്രി 8-ന് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ ജനറൽ സെക്രട്ടറി K ആലിക്കുട്ടി മുസ്ലിയാർ ഉദ്ഘാടനം ചെയ്യും. ഉറൂസ് ദിവസങ്ങളിൽ രാത്രി 8-ന് പ്രഭാഷണം സിറാജുദ്ദീൻ ഹമീദി കൊല്ലം, അൻവർ മന്നാനി തൊടുപുഴ, UK മുഹമ്മദ് ഹനീഫ് നിസാമി, നൌഫൽ സഖാഫി കളസ, അർഷദ് ബദരി വടുതല, ജുനൈദ് അൽ ഖാസിമി ഇരാറ്റുപേട്ട, ഹനീസുൽ ഖാസിമി, ഖലീൽ ഹുദവി കല്ലായം, കുമ്മനം നിസാമുദ്ദീൻ അസ്ഹരി, പാണക്കാട് അബ്ബാസ് അലി ശിഹാബ് തങ്ങൾ, KS അലി തങ്ങൾ കുമ്പോൾ, ഹാദി തങ്ങൾ മൊഗ്രാൽ, NP സൈനുൽ ആബിദീൻ തങ്ങൾ കുന്നുങ്കൈ തുടങ്ങിയവർ സംബന്ധിക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. വിവിധ പരിപാടികളുടെ പ്രഗത്ഭരായ സാധാർത്ഥികളുടെയും പണ്ഡിതന്മാരുടെയും ഉമറാക്കളുടെയും മഹനീയ സാന്നിധ്യം നടത്തുന്നു. ജമാഅത്ത് ഖാസി മുഹമ്മദ് മദനി തങ്ങൾ, ഉറൂസ് കമ്മിറ്റി ചെയർമാൻ PM മുഹമ്മദ് കുഞ്ഞി, ജനറൽ കൺവീനർ ഖാലിദ് ഹാജി കൊയർ കൊച്ചി, ട്രഷറർ JP അബ്ദുല്ല, വർക്കിംഗ് കൺവീനർ റഹീം പൈക്ക എന്നിവർ വാർത്താ സമ്മേളനത്തിൽ സംബന്ധിച്ചു. 19-ന് രാവിലെ അന്നദാനത്തോടെ ഉറൂസ് സമാപിക്കും. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. പിലിക്കോട് കൊടക്കാട് കുഞ്ഞിപ്പാറയിലെ കല്ലഞ്ചിറ രാമേട്ടന് കൃഷി എന്നാൽ ജീവിതചര്യയാണ്. 94-ാം വയസ്സിലും കുരുമുളക് പറിച്ചെടുക്കുവാൻ മരത്തിന് മുകളിൽ കയറും. രാവിലെ 6 മണിക്ക് തന്നെ മണ്ണിലേക്കിറങ്ങുന്ന രാമേട്ടന് മുന്നിൽ പ്രായം വെറും അക്കങ്ങൾ മാത്രം. മേനി ഇളകി ജോലി ചെയ്യുന്ന രാമേട്ടനിൽ നിന്നും ഫാസ്റ്റ് ഫുഡ് ജീവിതശൈലിയിലേക്ക് മാറിയ പുതുതലമുറയ്ക്ക് പഠിക്കാനേറെയുണ്ട്. രാമേട്ടന് കൃഷി ഒരു തൊഴിലല്ല, മറിച്ച് ജീവിതമാണ്. പുലർച്ചെ കൈക്കോട്ടുമായി ഇറങ്ങുന്ന രാമേട്ടൻ പ്രായത്തെ വകവയ്ക്കാതെ ചുറുചുറുക്കോടെ കൃഷിപ്പണിയെ നെഞ്ചോട് ചേർക്കും. പ്രായം മറന്ന അധ്വാനത്തിൽ വിളയുന്നതാകട്ടെ 100 മേനിയും. വെയിൽ മൂത്തു തുടങ്ങുമ്പോഴേക്കും പണി അവസാനിപ്പിക്കും. ഭക്ഷണം കഴിഞ്ഞ് വിശ്രമിച്ച് വൈകുന്നേരത്തോടെ വീണ്ടും ജോലികളിലേക്ക്. 60 വയസ്സുവരെ നാട്ടിലെ പ്രധാന നാടൻ പണിക്കാരിൽ ഒരാളായിരുന്നു രാമേട്ടൻ. പിന്നീട് അത്യധ്വാനം ഒഴിവാക്കി 1 ഏക്കറോളം വരുന്ന സ്വന്തം കൃഷിയിടത്തിലേക്ക് ഒതുങ്ങി. പ്രധാനമായും കുരുമുളക് കൃഷിയാണ് ചെയ്യുന്നത്. മരത്തിൽ മുള ചാരി വെച്ച് ഉയരങ്ങളിലേക്ക് പടർന്നു പൊങ്ങിയ വള്ളികളിൽ നിന്നും നിഷ്പ്രയാസം ഇദ്ദേഹം കുരുമുളക് പറിച്ചെടുക്കും. അല്ലാത്ത സമയങ്ങളിൽ പറമ്പ് കിളയ്ക്കൽ, തടം തുറയ്ക്കൽ തുടങ്ങിയ മറ്റു പണികളിലാവും. പ്രായം 94 വെറുതെ ഇരുന്ന് നേരം കളയാൻ ഈ നാട്ടിൻപുറത്തെ കർഷകൻ തയ്യാറല്ല. ഇപ്പോഴത്തെ കൃഷിയിൽ നിന്നും വലിയ തോതിൽ വരുമാനമില്ലെങ്കിലും കുടുംബത്തെ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള കൃഷി നിലനിർത്തേണ്ടത് അത്യാവശ്യമാണെന്ന് രാമേട്ടൻ പറയുന്നു. ഇല്ല, വെലിങ്ങൊന്നും എടുക്കില്ല. കഴിക്കാൻ ഒരു ഗ്ലാസ് ചായ കൊടുക്കണം. അതിലെ വീട്ടിൽ പോയി അതിലെ വെണ്ണി മുളക് ഇന്നലെ ഇട്ട് വാരണം. എല്ലാം കൂടി ആയില്ലേ. ഈ പ്രായത്തിലും രാമേട്ടൻ ആരോഗ്യത്തോടെ ഇരിക്കാൻ കാരണം കൃഷി ജീവിതമാണെന്നാണ് നാട്ടുകാരുടെ അഭിപ്രായം.
രാമേട്ടനൊപ്പം 93 വയസ്സ് പൂർത്തിയായ ഭാര്യ കല്യാണിയും രോഗബാധിതരായ മകളും പേരക്കുട്ടിയുമാണ് വീട്ടിലുള്ളത്. ആൾത്തുണയില്ലാത്ത വലിയ വരുമാനമൊന്നുമില്ലാത്ത ഈ കുടുംബത്തിന്റെ ഏക ആശ്രയവും ഈ വയോധികൻ മാത്രമാണ്. ന്യൂസ് ബ്യൂറോ, ചെറുവത്തൂർ. മഞ്ചേശ്വരത്തെ പ്രധാന വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലൊന്നായ ഡെൽറ്റ സെൻട്രൽ സ്കൂളിൽ 16ാമത് സ്കൂൾ വാർഷികം വിപുലമായ പരിപാടികളോടെ ആഘോഷിച്ചു. പാലക്കുന്ന് ഗ്രീൻവുഡ് പബ്ലിക് സ്കൂൾ പ്രിൻസിപ്പൽ ഗണേഷ് കട്ടായട്ട് ഉദ്ഘാടനം ചെയ്തു. കേരള കർണാടക അതിർത്തി പ്രദേശവും 7 ഭാഷകളുടെ സംഗമസ്ഥലവുമായ മഞ്ചേശ്വരത്തെ പ്രധാന വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലൊന്നായ ഡെൽറ്റ സെൻട്രൽ സ്കൂളിൽ 16ാമത് സ്കൂൾ വാർഷികം വിപുലമായ പരിപാടികളിലൂടെ ആഘോഷിച്ചു. ദൈവത്തിന്റെ സ്വന്തം നാടായ കേരളത്തിന്റെ സംസ്കാരവും കലകളും ഉയർത്തിക്കാട്ടുന്നതിനായി വിദ്യാർത്ഥികൾ ഒരുക്കിയ മനോഹരമായ പ്രദർശനം ആഘോഷ പരിപാടിയിലെ വേറിട്ട കാഴ്ചയായി. ചൊവ്വാഴ്ച വൈകിട്ട് സംഘടിപ്പിച്ച പ്രൗഢമായ ചടങ്ങിൽ പാലക്കുന്ന് ഗ്രീൻവുഡ് പബ്ലിക് സ്കൂൾ പ്രിൻസിപ്പൽ ഗണേഷ് കട്ടായട്ട് പരിപാടി ഉദ്ഘാടനം ചെയ്തു. ഉപ്പ ഈ ഒരു എഡ്യൂക്കേഷൻ ട്രസ്റ്റിന്റെ ചെയർമാനായിരിക്കുകയും മകൻ പ്രിൻസിപ്പളായിരിക്കുകയും ചെയ്യുന്ന ഒരു അസുലഭമായ ഒരു നിമിഷത്തിനാണ് നമ്മളെല്ലാം സാക്ഷ്യം വഹിച്ചത്. വളരെ സന്തോഷമുണ്ട്. കാരണം എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് എഡ്യൂക്കേഷൻ വി ഹാവ് ടു ഡു ഫോർ മെനി പർപ്പസസ്. അത് ഒരുപാട് പ്രദേശങ്ങളിലെ എഡ്യൂക്കേഷൻ അവര് പല രീതിയിലും നടത്തുന്നുണ്ടാവാം. പക്ഷേ അദ്ദേഹം സംസാരിച്ചപ്പം, റിയാസ് സാർ സംസാരിച്ചപ്പം അദ്ദേഹത്തിന്റെ മനസ്സിലുള്ള വീക്ഷണം, അദ്ദേഹത്തിന്റെ ഹൃദയത്തിൽ നിന്ന് വന്ന വാക്കുകൾ, അതാണ് ഒരു എഡ്യൂക്കേഷനിസ്റ്റായ എൻ്റെ ഹൃദയത്തിലേക്ക് പതിച്ചത്. സ്കൂൾ മാനേജിംഗ് ഡയറക്ടർ റിയാസ് UM അധ്യക്ഷത വഹിച്ചു. നെല്ലിക്കട്ട PBM ഹയർ സെക്കൻഡറി സ്കൂൾ പ്രിൻസിപ്പൽ നിസാം ബോവിക്കാനം മുഖ്യാതിഥിയായി. ചടങ്ങിൽ സ്കൂളിലെ മിടുക്കരായ വിദ്യാർത്ഥികൾക്ക് സർട്ടിഫിക്കറ്റുകൾ വിതരണം ചെയ്തു. 2023-24 വർഷത്തിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ച അധ്യാപകരെ ഷാളണിയിച്ച് ആദരിക്കുകയും മൊമന്റോ നൽകുകയും ചെയ്തു. ചടങ്ങിലെത്തിയ അതിഥികളെയും ഷാളണിയിച്ച് ആദരിക്കുകയും മൊമന്റോ നൽകുകയും ചെയ്തു. സ്കൂൾ PTA പ്രസിഡന്റ് മുഹമ്മദ് ഇക്ബാൽ, ഡെൽറ്റ സെൻട്രൽ സ്കൂൾ ചെയർമാൻ UM മുഹമ്മദ്, വാർഡ് മെമ്പർ ജയന്തി, ഹെഡ്മിസ്ട്രസ് ഖദീജത്ത് നൌറീന, മുസ്തഫ കടമ്പാർ, ആസിയമ്മ സഹന, മുഹമ്മദ് ജലാൽ തുടങ്ങി നിരവധി പേർ പങ്കെടുത്തു. തുടർന്ന് വിദ്യാർത്ഥികൾ അവതരിപ്പിച്ച സാംസ്കാരിക പരിപാടികൾ അരങ്ങേറി. രക്ഷിതാക്കളടക്കം 100 കണക്കിന് പേരാണ് പരിപാടി വീക്ഷിക്കാനെത്തിയത്. കഴിഞ്ഞ 15 വർഷമായി വിദ്യാഭ്യാസ രംഗത്തെ മികവാർന്ന പ്രവർത്തനങ്ങളിലൂടെ മഞ്ചേശ്വരം താലൂക്ക് പരിധിയിൽ ജനശ്രദ്ധ നേടിയ വിദ്യാഭ്യാസ സ്ഥാപനമാണ് ഡെൽറ്റ സെൻട്രൽ സ്കൂൾ. മഞ്ചേശ്വരത്തെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള നിരവധി വിദ്യാർത്ഥികളാണ് ഇവിടെ പഠനം നടത്തുന്നത്. പഠന പാഠ്യേതര രംഗത്ത് വിദ്യാർത്ഥികൾക്ക് പ്രോത്സാഹനമേകുന്ന നിരവധി പ്രവർത്തനങ്ങളാണ് ഡെൽറ്റ സെൻട്രൽ സ്കൂൾ നടത്തിവരുന്നത്. അബ്ദുൾ റഹ്മാൻ ഉദ്യാവർ, ന്യൂസ് ബ്യൂറോ, മഞ്ചേശ്വരം. PF ആനുകൂല്യം ലഭിക്കാത്തതിൽ മനം നൊന്ത് വൃദ്ധൻ ആത്മഹത്യ ചെയ്തു. തൃശൂർ പേരാമ്പ്ര സ്വദേശി KP ശിവരാമനാണ് മരിച്ചത്. മരണത്തിന് ഉത്തരവാദികളായ അധികാരികൾക്കെതിരെ നടപടിയെടുക്കണമെന്നാവശ്യപ്പെട്ട് PFPA കാസർഗോഡ് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കരിദിനം ആചരിച്ചു. കാഞ്ഞങ്ങാട് നഗരത്തിൽ പ്രതിഷേധ മാർച്ചും പൊതുയോഗവും നടത്തി. PF ആനുകൂല്യം ലഭിക്കാത്തതിൽ മനം നൊന്താണ് തൃശൂർ പേരാമ്പ്ര സ്വദേശിയായ KP ശിവരാമൻ കൊച്ചി മേഖലാ PF ഓഫീസിലെത്തി വിഷം കഴിച്ചത്. ചൊവ്വാഴ്ച ഓഫീസിലെത്തിയ ശിവരാമൻ താഴത്തെ നിലയിലെ ശൌചാലയത്തിൽ വെച്ച് കയ്യിൽ കരുതിയ വിഷം കഴിക്കുകയായിരുന്നു. ഓഫീസ് ജീവനക്കാർ ഉടൻ എറണാകുളം ജനറൽ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. നില ഗുരുതരമായതിനാൽ ചേരാനല്ലൂരിലെ സ്വകാര്യ ആശുപത്രിയിലേക്കും മാറ്റി. ബുധനാഴ്ച പുലർച്ചെ 5ഓടെയായിരുന്നു മരണം. ശിവരാമന്റെ മരണത്തിന് ഉത്തരവാദികളായ അധികാരികൾക്കെതിരെ നടപടിയെടുക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് PFPA കാസർഗോഡ് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കരിദിനം ആചരിച്ചത്. കാഞ്ഞങ്ങാട് നഗരത്തിൽ പ്രതിഷേധ മാർച്ചും പൊതുയോഗവും നടത്തി. അസോസിയേഷൻ ജില്ലാ സെക്രട്ടറി P കാര്യമ്പു, സംസ്ഥാന കമ്മിറ്റി അംഗം M രാമൻ, ഏരിയ പ്രസിഡന്റ് P നാരായണൻ, ഏരിയ സെക്രട്ടറി PK കണ്ണൻ, CITU കാഞ്ഞങ്ങാട് ഏരിയ സെക്രട്ടറി KV രാഘവൻ, DV അമ്പാടി, P കാർത്തിയായനി, രാജീവൻ, കമലാക്ഷി എന്നിവർ പ്രതിഷേധത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. സമരാഗ്നി പ്രതിഷേധ സമരത്തിന്റെ പ്രചരണാർത്ഥം മഹിളാ കോൺഗ്രസ് ജില്ലാ കമ്മിറ്റി കാഞ്ഞങ്ങാട് വിളംബര ജാഥ നടത്തി. നിരവധി പ്രവർത്തകർ ജാഥയിൽ അണിനിരന്നു. KPCC പ്രസിഡന്റ് K സുധാകരനും പ്രതിപക്ഷ നേതാവ് VD സതീഷനും നടത്തുന്ന സമരാഗ്നി പ്രതിഷേധ സമരത്തിന്റെ പ്രചരണാർത്ഥം മഹിളാ കോൺഗ്രസ് ജില്ലാ കമ്മിറ്റി കാഞ്ഞങ്ങാട് നോർത്ത് കോട്ടച്ചേരി മുതൽ പുതിയകോട്ട മാന്തോപ്പ് മൈതാനി വരെ വിളംബര ജാഥ നടത്തി. സമാപന യോഗം ഗീതാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. മഹിളാ കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് മിനി ചന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. ജില്ലാ ജനറൽ സെക്രട്ടറി PV സുരേഷ്, മഹിളാ കോൺഗ്രസ് ജില്ലാ ജനറൽ സെക്രട്ടറിമാരായ ധന്യ സുരേഷ്, ജില്ലാ വൈസ് പ്രസിഡന്റുമാരായ സുകുമാരി ശ്രീധരൻ, ജമീല അഹമ്മദ്, ശാന്തകുമാരി ടീച്ചർ എന്നിവർ സംസാരിച്ചു. ജില്ലാ ജനറൽ സെക്രട്ടറി കമ്മാടത്തു സ്വാഗതവും ഗീതാ ബാലകൃഷ്ണൻ നന്ദിയും പറഞ്ഞു. സമരാഗ്നി ജ്വാല തെളിയിച്ച് യോഗം അവസാനിപ്പിച്ചു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്.
റോഡരികിൽ നിർത്തിയിട്ട സ്കൂട്ടർ കത്തി നശിച്ച നിലയിൽ. പാണത്തൂരിലെ മാധ്യമപ്രവർത്തകൻ PK ഗണേഷിന്റെ സ്കൂട്ടറാണ് പൂർണ്ണമായും കത്തി നശിച്ച നിലയിൽ കണ്ടെത്തിയത്. പനത്തടിയിൽ നിന്ന് റാണിപുരത്തേക്ക് പോകുന്ന റോഡരികിൽ പള്ളിക്ക് അല്പം ദൂരെയായി നിർത്തിയിട്ടിരുന്ന സ്കൂട്ടറാണ് കഴിഞ്ഞ ദിവസം പൂർണ്ണമായും കത്തി നശിച്ച നിലയിൽ കണ്ടെത്തിയത്. പാണത്തൂർ പരിയാരത്ത് താമസിക്കുന്ന മാധ്യമപ്രവർത്തകൻ PK ഗണേഷിന്റെ സ്കൂട്ടറാണ് കത്തി നശിച്ചത്. ജോലി കഴിഞ്ഞ് വീട്ടിൽ പോകും വഴി റോഡരികിൽ നിർത്തിയിട്ട സ്കൂട്ടർ രാവിലെ എടുക്കാനെത്തിയപ്പോഴാണ് കത്തി നശിച്ച നിലയിൽ കണ്ടത്. ഉടൻ പോലീസിൽ വിവരമറിയിച്ചു. ഗണേഷിന്റെ പരാതിയിൽ രാജപുരം SIയുടെ നേതൃത്വത്തിൽ പോലീസ് സംഘം സ്ഥലത്തെത്തി അന്വേഷണം ആരംഭിച്ചു. ഇതിന്റെ പ്രശ്നം ഞങ്ങൾ പരിശോധിക്കുമ്പോൾ കേസ് കൊടുത്തു, പോലീസ് വന്നു, പോലീസ് അന്വേഷണം കാര്യങ്ങൾ നടക്കുന്നുണ്ട്. എന്നാൽ തന്നെ റാണിപുരം കേന്ദ്രീകരിച്ച് നടക്കുന്ന ചില സംഭവങ്ങളുണ്ട്. അത് പോലീസ് പ്രത്യേകിച്ച് പരിശോധിക്കേണ്ടതുണ്ട്. മെയിനായിട്ടുള്ളത് അവിടെ മദ്യം, അതുപോലെ തന്നെ മയക്കുമരുന്ന്, കഞ്ചാവ്, ചീട്ടുകളി ഉൾപ്പെടെ ഉണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇനി അങ്ങോട്ടുള്ള കാര്യങ്ങൾ റാണിപുരത്തിന്റെ ഇതെല്ലാവരെയും ബാധിക്കുന്ന ഒരു വിഷയമാണ്. കാരണം മറ്റ് സംസ്ഥാനത്തു നിന്ന് ഇവിടെ ടൂറിസ്റ്റുകളായി വന്ന് വലിയ വിലയുടെ വാഹനങ്ങൾ പാർക്ക് ചെയ്യുന്നുണ്ട് പല സ്ഥലത്തും. അപ്പോൾ നാളെ ഇങ്ങനെ ഒരു അനുഭവം ഉണ്ടാകാതിരിക്കണമെങ്കിൽ പ്രത്യേകിച്ച് പോലീസ് കൃത്യമായിട്ട് ആഴ്ചയ്ക്ക് അവിടെ റെയ്ഡും കാര്യങ്ങളും നടക്കണം. സ്ഥലത്തെ CCTV ദൃശ്യങ്ങളും പരിശോധിച്ചു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. KPCC സമരാഗ്നി സംസ്ഥാനതല ജാഥ വെള്ളിയാഴ്ച കാസർഗോഡ് നിന്നും പ്രയാണം ആരംഭിക്കും. AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ ഉദ്ഘാടനം ചെയ്യും. ഡൽഹിയിൽ ഇടതുപക്ഷം നടത്തുന്നത് സമരാഭാസമെന്ന് PK കൃഷ്ണദാസ്. സമരച്ചെലവ് മുഖ്യമന്ത്രിയും മന്ത്രിമാരും സ്വന്തം പോക്കറ്റിൽ നിന്ന് എടുക്കണമെന്നും കൃഷ്ണദാസ്. ലക്ഷ്യം സമഗ്ര വികസനം. ജില്ലയുടെ 40ാം വാർഷികത്തിൽ 40 ജനകീയ പദ്ധതികൾ ഉൾപ്പെടുത്തിയുള്ള കാസർഗോഡ് ജില്ലാ പഞ്ചായത്ത് ബജറ്റ്. കണ്ണൂർ യൂണിവേഴ്സിറ്റി യൂണിയൻ കലോത്സവത്തിന് വെള്ളിയാഴ്ച അരങ്ങുണരും. 8 വേദികളിൽ 6700ഓളം കലാപ്രതിഭകൾ 141 ഇനങ്ങളിൽ മാറ്റുരയ്ക്കും. കേരള ശാസ്ത്ര കോൺഗ്രസിന് കാസർഗോഡ് ഗവൺമെന്റ് കോളേജിൽ തുടക്കമായി. 424 യുവശാസ്ത്രജ്ഞർ 362 പ്രബന്ധങ്ങൾ അവതരിപ്പിക്കും. ഉദ്ഘാടനം വെള്ളിയാഴ്ച മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിക്കും. NGO യൂണിയൻ കാസർഗോഡ് ഏരിയ സമ്മേളനം മുനിസിപ്പൽ കോൺഫറൻസ് ഹാളിൽ നടന്നു. യൂണിയൻ സംസ്ഥാന കമ്മിറ്റി അംഗം C ഗാഥ ഉദ്ഘാടനം ചെയ്തു. ഈ വാർത്താ ബുള്ളറ്റിൻ ഇവിടെ അവസാനിക്കുന്നു. നമസ്കാരം.